എല്ലാം ഉണ്ടാവും. സമ്പത്തും സമൃദ്ധിയും നന്മയും യശസ്സും ശാന്തതയും സുഖവും എല്ലാം ഉണ്ടാവാൻ. ഭഗവാന്റെ കഥ പറയുമ്പോൾ പറയും, കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. പണ്ട്, ഇപ്പോഴൊന്നല്ല, പണ്ടേ കൃഷ്ണസ്യാസീൽ ഭഗവാൻ ഉണ്ടായി. എങ്ങനെയുണ്ടായത്? കശ്ചിൽ സഖ, ഭഗവാന് പണ്ടൊരു സുഹൃത്തുണ്ടായി. അതാണ് ആരാത്? ബ്രാഹ്മണോ, ബ്രാഹ്മണനാർന്നോ? അതാണ് ബ്രാഹ്മണനാ. എന്താ ബ്രാഹ്മണനാന്ന് പറയാൻ കാരണം? ബ്രഹ്മവിത്തമ, അദ്ദേഹം നല്ല വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളാണ്. അങ്ങനെ വേദവിത്തമനായ വിദ്വാനായ ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ ഉണ്ടായി എന്നാ പറഞ്ഞത്. ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താ പറഞ്ഞത്? ഭഗവാന് പണ്ടൊരു സുഹൃത്തുണ്ടായി, ബ്രാഹ്മണൻ എന്നാ പറഞ്ഞത്. ബ്രാഹ്മണന്റെ സുഹൃത്തായിരുന്നു ഭഗവാൻ എന്നെവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ മനസ്സിലാവട്ടോ നിശ്ചയില്ല. ഭഗവാൻ തൻ്റെ സുഹൃത്തായിട്ട് കണക്കാക്കി ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. ആര്? ഭഗവാൻ സുഹൃത്തായിട്ട്, ഈ ബ്രാഹ്മണൻ എൻ്റെ സുഹൃത്താണ്, ഈ ബ്രാഹ്മണൻ എൻ്റെ സുഹൃത്താണെന്ന് ഭഗവാൻ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ. പക്ഷെ ബ്രാഹ്മണൻ ഭഗവാനെ കൊണ്ട് ഇതെൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുമില്ല. വ്യത്യാസം മനസ്സിലാവുണ്ടാവുമായിരിക്കും കുറേശ്ശൊക്കെ. അത് മതി എന്നാ. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽവിലാസം പിടി കിട്ടിയില്ലേ? ഇപ്പൊ പറയാൻ പോണയാളുടെ അതാണ്. ഭഗവാൻ പോലും തൻ്റെ അകത്ത് സൗഹൃദത്തോടെ പ്രകാശത്തോടെ സൂക്ഷിച്ചു വെച്ച വലിയൊരു പഴയ മഹാബന്ധത്തിന്റെ മഹിമയെന്ന് പറയുന്നത്. അത്രയ്ക്ക് കേമനാണ് ആ വിദ്വാനായ ബ്രാഹ്മണനെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയൂ? വിരക്തത ഇന്ദ്രിയാർത്ഥേഷു. ഇന്ദ്രിയാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഈ ഇന്ദ്രിയ വിഷയങ്ങളിലൊക്കെ ഭ്രമം മാറിയിട്ടില്ല. ഭ്രമം വെച്ചാൽ മനസ്സിലാവില്ലേ? ആ ഒരു പരക്കം പാച്ചലില്ലേ, അതൊന്നും ഇല്ല. അത്രയ്ക്കേ ഉള്ളൂ. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇന്ദ്രിയങ്ങളൊക്കെ പരക്കം പാഞ്ഞ കഷ്ടത്തിലാവേ. അതൊന്നുമില്ല. തന്നെയല്ല, ഇന്ദ്രിയങ്ങൾക്ക് ആ ഭ്രമം മാറിയതുകൊണ്ട് പ്രശാന്താത്മാ. എന്തേ പ്രശാന്താത്മാ എന്ന് പറഞ്ഞാൽ? നല്ല മനസ്സിന് നല്ല ശാന്തതയുണ്ട്. ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴേ മനസ്സ് ശാന്താവുള്ളൂ. ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പട്ടന്ന് പടയ്ക്കുമ്പം മനസ്സൊന്നും അടങ്ങില്ല. അതിങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. ഇതാണ് കഥ. അപ്പൊ അതുകൊണ്ട് ജിതേന്ദ്രിയ, ഇദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഇദ്ദേഹം പറയണേക്കിലേക്ക് പോകുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയണേക്കിലേക്ക് നമ്മൾ പോണത്. ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകാൻ നമ്മളെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന പറഞ്ഞത്. അത്രയ്ക്ക് യോഗ്യനായ വിദ്വാനാണ് മഹാത്മാവ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പറയും, യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ. ഗൃഹാശ്രമി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥനാണെന്ന് മനസ്സിലായി. എങ്ങനെ? യദൃച്ഛയോപപന്നേന, യാദൃച്ഛികമായിട്ട് കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളാണ് ആര്? ആ മഹാത്മാവ്. എങ്ങനെ? കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നിടത്തോളം സന്തോഷമായിട്ട് കഴിയണവരാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇല്ലേ? കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്നതും കിട്ടുന്നിടത്തോളം സന്തോഷാവണം തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ആ മഹാത്മാവിൻ്റെ വ്യത്യാസം പറയാനാണ് നമ്മുടെ ചില കഥകളൊക്കെ പറയണതേ. അങ്ങനെ കഴിച്ചു കൂട്ടിനെ ആ മഹാത്മാവ് പറയുമ്പം പറയും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാലേ, ഒരു വിശേഷമുണ്ട്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുൽക്ഷാമാച തഥാവിധ. ഇദ്ദേഹത്തിന്റെ പേരെന്താ? ഈ ബ്രാഹ്മണന്റെ പേര് കുചേലസ്യ എന്നാ പറയുന്നത്. കുചേലൻ അവിടെ പറഞ്ഞത്. ഈ കുചേലൻ എന്നൊന്നും പറഞ്ഞത് പേരൊന്നുമല്ല. ഈ പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പേരിടുമ്പം നല്ലതല്ലേ പേരായിട്ടിടുക? നല്ല നല്ല പേരുകൾ. ആള് മോശമാണെങ്കിലും പേര് നന്നാവും. അത് കണ്ടിട്ടില്ലേ? സത്യശീലൻ എന്നാണ് പേര്. വായ തുറക്കുക, ഇഡലി കഴിക്കാനും പിന്നെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ പേര് ആളും തമ്മിൽ, പേര് നല്ല പേരാവും, ആള് മോശമായാലും പേര് നന്നാവും. ശരിയല്ലേ? പേരെന്താ? പീതാംബരൻ. മുണ്ടുമുക്കി തിരുമ്പിയിട്ട് 4 മാസമായി. അപ്പൊ പേര് നന്നാവും, ആള് മോശമാവുന്നു. മോശമായ പേര് ആർക്കും ഇടില്ല. ഇടില്ല. അപ്പൊ കുചേലൻ എന്ന് പറഞ്ഞാൽ എന്താ പേരിന്റെ അർത്ഥം? കുൽസിത ചേല യസ്യ സഹ കുചേല. കുൽസിതമായ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചത്. അങ്ങനെ ഒരു പേരിട്ട ഒരാൾക്ക് ഇടില്ല. അപ്പൊ അതാരുട്ട പേരൊന്നുമല്ല. പിന്നെ എന്താ അത്? അദ്ദേഹത്തിന്റെ ആ സമ്പ്രദായം കൊണ്ട് വന്നുകൂടിയ ദാരിദ്ര്യാദി ക്ലേശം കൊണ്ട് വന്നുകൂടിയ സംജ്ഞ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പറയുമ്പം പറയും ക്ഷുൽക്ഷാമാച തഥാവിധ. ക്ഷുൽക്ഷാമ എന്ന് പറഞ്ഞാൽ, ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്, ക്ഷാമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പൊ അതും പേരല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ ബ്രാഹ്മണന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ വാസ്തവത്തില്. സുധാമാവ് എന്നല്ലേ അതെവിടെയാ പറഞ്ഞത്? പുസ്തകത്തിലൊന്നും എവിടെയില്ല. ചില ഗ്രന്ഥങ്ങളുടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതി സുധാമചരിതയെ എന്നൊരു പ്രയോഗമുണ്ട്. ആ ഒരു പ്രയോഗം വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ പറയണ്ട. എന്ത് പേര് പറഞ്ഞാലും ഇവിടെ ഒരു വിരോധവും ഇല്ല. പേരല്ല, അദ്ദേഹത്തിന്റെ സമ്പ്രദായമാണ്
മനസ്സിലാക്കേണ്ടതെന്നാണ്. അതിലാണ് മഹിമ കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മഹാവിദ്വാനായ ബ്രാഹ്മണൻ ഭാര്യയോടുകൂടി കഴിച്ചു കൂട്ടിയിരിക്കുന്ന കാലത്ത് എല്ലാം ഉണ്ടെങ്കിലും ആകെ കൂടി ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ദാരിദ്ര്യമാണ് സമ്പാദ്യം. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ആർത്തി മോഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രാഹ്മണന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറഞ്ഞ 6 കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടാവും. പഠിക്കുക, പഠിപ്പിക്കുക, ഈശ്വര വിചാരം ചെയ്യുക, ഈശ്വര വിചാരം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ വല്ലവരും വലിയ നടക്കുമ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ എടുത്ത് കൊടുക്കുക. ആരെങ്കിലും ഇങ്ങനെ കഷ്ടത്തിലായി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ വേണ്ടതാണെങ്കിൽ വാങ്ങി അനുഗ്രഹിക്കുക. ഇതിലൊന്നും ജീവിതത്തിന്റെ വൃത്തി പറയണില്ലേ. ക്ഷത്രിയനും നികുതി പിടിച്ചിട്ടും വൈശ്യനും കൃഷി കച്ചവടം ചെയ്തിട്ടും ശൂദ്രനെ സേവ ചെയ്തിട്ടും ജീവിക്കാൻ വകുപ്പുണ്ട്. ബ്രാഹ്മണന് അങ്ങനെ ഒരു വകുപ്പൊന്നും ഇല്ല. അദ്ദേഹത്തിന് ലോകസേവയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദാരിദ്ര്യം ഉണ്ടാവും, ശരി തന്നെയാണ്. പക്ഷെ ഈ ദാരിദ്ര്യം ഉണ്ടെച്ചാലും അദ്ദേഹം താൻ ദരിദ്രനാണ്, അല്ലെങ്കിൽ തനിക്ക് ദാരിദ്ര്യം ഉണ്ട്, കഷ്ടമുണ്ട്, ക്ലേശമുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ നിന്ന് അങ്ങനെ ഉള്ളോണ്ട് ധനികനാണ് ആര്? ഈ ബ്രാഹ്മണനെ. ബാഹ്യമായ ദാരിദ്ര്യം ഉള്ളിൽ ഈ ഭഗവാന്റെ മഹിമ നല്ലോണം ഉണ്ടാവുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദാരിദ്ര്യത്തിന്റെ അംശമൊന്നും ഉള്ളിലില്ല. അക്കാലത്ത് ഈ ദാരിദ്ര്യത്തിന്റെ വിഷമം അങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ ബ്രാഹ്മണന് അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ലെങ്കിലും ഭാര്യഭാവം അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹം എത്ര കാലമായി ഇങ്ങനെ വയറ് നിറച്ചുകൊണ്ടിട്ട്, എത്ര കാലമായി ഉണ്ണാണ്ട് ഇരുന്നിട്ട്, എത്ര കാലം അങ്ങനെ കഴിക്കുക, അദ്ദേഹത്തിന്റെ ഇലയിലേക്ക് എന്തെങ്കിലും ഒരു ലേശം വിളമ്പി കൊടുത്തിട്ട് എത്ര കാലം. ഈ ഒരു വേദന ആരുടെ ഉള്ളിലുണ്ട്? ഈ ബ്രാഹ്മണ പത്നിയുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ബ്രാഹ്മണ പത്നി ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ആരോട് പറയും? ഭർത്താവിനോട് ഇങ്ങനെ എന്ത് പറയും? ഈ വിഷമങ്ങളുടെ കഥകൾ പറയേ. അങ്ങേക്ക് ഇപ്പൊ എന്താ? ചില്ലീന മാനസാപതേ ചിരന്തനായ പുമാൻ ചില്ലി ചുളിച്ചൊന്നോ കടാക്ഷിപ്പാൻ ഓർക്കേണം. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണോ കുത്തുമാറായതു കണ്ടാലും. അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങയുടെ മനസ്സ് ആ ഭഗവാന്റെ തൃപാദത്തിൽ ഉറച്ചിരിക്കുക. കാരണം അങ്ങക്ക് ഇപ്പൊ എന്ത് തോന്നില്ല, ഇതൊന്നും വിഷമായിട്ട് തോന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ നോക്കൂ, ദാരിദ്ര്യ ദുഃഖത്തോളം വലിയ ദുഃഖം ഇപ്പൊ എന്താ ഉള്ളത്? ഇതും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കിടക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുമെന്ന് മനസ്സിരുത്ത്. എങ്ങനെ? പതിവ്രത പതിംബ്രാഹ മ്ലായതാമദനേന സാ ദരിദ്രാസീതമാനസ വേപമാനാഭിഗമ്യ ച. വരച്ച് വിഷമിച്ച് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങൊന്നും മനസ്സിരുത്തോ, നമ്മുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഒന്ന് മനസ്സിരുത്തി നോക്കോ. നമ്മളിങ്ങനെ നരകിച്ച് ദുരിതപ്പെട്ട കഷ്ടത്തിലായി കഴിയണോ? അങ്ങയുടെ കൂടെ ഒന്നിച്ച് പണ്ട് ഗുരുകുലത്തിൽ പഠിച്ച ആളല്ലേ ഭഗവാൻ. ആ ഭഗവാൻ അല്ലേ അവിടെ ഇരുന്ന് ദ്വാരകയിലിരുന്ന് ലോകം വാണ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഭഗവാൻ എന്ന് ചെന്ന് കണ്ടു വെച്ചാൽ എന്തോ ഒരു ബ്രാഹ്മണ ഭക്തിയാ ഭഗവാന്. ആര് ചെന്നാലും അവിടുത്തെ ആശ്രിതവത്സലനായ ഭഗവാൻ കളയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ന് ചെന്നു കണ്ടു തൊഴുതു നമസ്കരിച്ചു വെച്ചാൽ എന്തെല്ലാം തരാവും. ഒന്നങ്ങോട്ട് ചെല്ലരുതേ. തമുപൈഹി മഹാഭാഗ്യ സാധൂനാം ച പരായണം. സജ്ജനങ്ങളുടെ ആശ്രയസ്ഥാനായ ഭഗവാനെ അടക്കം ഒന്ന് ചെന്ന് കണ്ടൂടെ, ആരും ഇങ്ങനെ ചോദിക്കും. ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ബ്രാഹ്മണന്റെ അടുത്ത് വന്നിട്ട് ഈ ഭാര്യ ആവർത്തിച്ച് ഈ വിഷമത്തിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പുറപ്പെട്ട സമയത്ത് പറയും ചെയ്തു, ഭഗവാനെ കണ്ട് തൊഴാനായിട്ടൊന്ന് പോയി ചെന്ന് കണ്ട് നമസ്കരിച്ചു വെച്ചാൽ ഇപ്പോഴാണെങ്കിലോ ഭഗവാൻ എവിടെ ഇരിക്കണോ? ദ്വാരകാപുരിയിലെ ആസ്തേധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര. ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും യാദവന്മാരുടെയും നാഥനായിട്ട് ദ്വാരകാപുരിയിൽ ഇരുന്ന് വാഴണു. ഒന്ന് ചെന്ന് കണ്ടു. അങ്ങനെയാണ് ഭഗവാന്റെ സ്വഭാവം. സ്മരത പാദകമലം എന്നാണ്. സ്മരിക്കണവർക്ക്, ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കണവർക്ക് ഭഗവാൻ ആത്മാനമഭിയച്ഛതി എന്ന് അവനവനെ തന്നെ അങ്ങോട്ട് കൊടുക്കും. കിന്നോ അർത്ഥകാമൻ. പിന്നെയാണോ ലേശ അർത്ഥം കാമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട്. ഇതൊന്നും ഭഗവാന്റെ കയ്യിൽ ഒരു ബുദ്ധിമുട്ടുള്ള കഥയല്ല. അതുകൊണ്ട് ചെല്ലോ ബ്രാഹ്മണോത്തമ, ഒന്നങ്ങോട്ട് ചെന്നോളൂ. ഒന്നങ്ങോട്ട് ചെന്നാൽ അതിന്റെ ഗുണം ഉണ്ടാവും, നന്മയുണ്ടാവും. ഇതിങ്ങനെ ആവർത്തിച്ച് ഈ ബ്രാഹ്മണന്റെ മുമ്പിൽ വന്നിട്ട് ആ ഭാര്യ പറയും എന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു. ചെന്ന് പ്രാർത്ഥിക്കുക ചെയ്തത്. എങ്ങനെ? മൃദു. ആ മൃദു എന്ന് പറഞ്ഞാൽ 2 അക്ഷരേ വേണ്ട ആ ഭാര്യയുടെ യോഗ്യത പറയാൻ. ഈ ബ്രാഹ്മണന്റെ ഉള്ളില് ഒരു വേദനയോ ഒരു വിഷമോ ഒരു വിചാരോ ഒരു വേവലാതിയോ ഉണ്ടാക്കാത്ത വിധത്തിലാണ് ആരുടെ ഭാഷ. അങ്ങനെയുള്ളൊരു സൗമ്യ സ്വരൂപിണിയാണ് ആര്? ആ ഭാര്യ. ഇതിങ്ങനെ വന്ന് തുടരെ ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ ബ്രാഹ്മണൻ വിചാരിക്കും, ഇതിപ്പോ എന്താ ഇപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നൊരു ദാരിദ്ര്യമാണ് എന്നൊക്കെ അവിടെ ചെന്ന് പറയുക, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ വന്ന് സന്തോഷമായിട്ട് കഴിയും. രണ്ടാന്തരം ഇതൊന്നും
ഇതൊന്നും ഒരു ചേർന്ന കഥയല്ല, നമുക്ക് ചേർന്ന കഥയല്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ അത് കണക്കാക്കാറില്ല. ചെല്ലോ ഭഗവാന്റെ അടുത്ത് ചെല്ലോ, കഷ്ടപ്പാട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കഷ്ടപ്പാടാ പറയേണ്ടത്. അത് ഞാൻ പറയില്ല. ആര് വിചാരിച്ചു? ബ്രാഹ്മണൻ. പക്ഷെ ആവർത്തിച്ച് ഈ ഭാര്യ ഈ വർത്തമാനം പറയുന്നത് കേട്ടപ്പം ഈ ബ്രാഹ്മണന്റെ ഉള്ളിലൊരു ചിന്ത വന്നു. എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും വേണ്ടതും നല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ആര് പറഞ്ഞാലും അതിൽ നല്ലതുണ്ടെങ്കിൽ നമ്മൾ എടുക്കാതെ പോകരുത്. അതൊരു രണ്ടാം തരം എടുക്കാണ്ട പോയാൽ. ഇവിടെ അപ്പം എന്താ ഭാര്യ ഇപ്പം എന്താ പറഞ്ഞത്? ഒന്ന് അങ്ങോട്ട് ചെന്നോളൂ, ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് തൊഴുതു നമസ്കരിച്ചു, എന്താ വേണ്ടേശ തരും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇത് കേട്ട ഈ ഭാര്യ പറഞ്ഞ വർത്തമാനം കേട്ട് ദ്വാരകയിലൊന്ന് പോയാൽ ഗുണമുണ്ട്. അവിടെ ചെല്ലണയാൾക്ക് ഇപ്പം അവിടെ ചെന്ന് എന്തെങ്കിലും ചോദിക്കണോ വാങ്ങണോ എന്നൊക്കെ പോണ ആള് തീരുമാനിച്ചാൽ മതി, ശരിയല്ലേ? പക്ഷെ ഇത് കേട്ട് പോയാലൊരു സൗകര്യം വേറെ ഉണ്ട്. അത് ആലോചിച്ചപ്പോൾ ആ ബ്രാഹ്മണന് മനസ്സിലായത്, എന്താ അവിടെ പോയാലൊരു ഗുണം? അയം ഹി, അതല്ലേ ഏത്? അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഈ പേരും പറഞ്ഞ് ദ്വാരകയിൽ പോയാൽ എന്ത് ചെയ്യാം? ഉത്തമ ശ്ലോകനായ ഭഗവാനെ ഒന്ന് കാണാം. എത്ര കാലായിട്ടില്ലേ? പണ്ട് ഗുരുകുലത്തിൽ കഴിച്ചു കൂട്ടിയ കാലത്ത് തോളത്ത് കൈയിട്ട് നടന്നൊരു കഥയൊക്കെ ഉണ്ട്. എത്ര കാലായി കണ്ടിട്ട്. ഒന്ന് പോയി ഒന്ന് കാണാലോ, ഒന്ന് പോയാലേ അത് സന്തോഷം. കാണാലോ എന്നിങ്ങോട്ട് തോന്നിയപ്പോ അപ്പൊ തന്നെ പോണമെന്നും തോന്നി. ആർക്ക്? ബ്രാഹ്മണന്. ഇനിയിപ്പോ താമസിപ്പിക്കാൻ വയ്യേ, അതുകൊണ്ട് ഒട്ടനെ അങ്ങോട്ട് പോവാന്ന് തീരുമാനിച്ചു. അതേമാരോളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ പോവാന്നിരിക്കണ്ട. ഇത്ര കാലായി ഞാൻ പറയണു, ഞാൻ പോവാന്നിരിക്കണ്ടേ, എങ്ങനെ? അതുകൊണ്ട് എന്താ? ഇതി സഞ്ചിന്യ മനസാം ഗമനായ മതിം ദധേ. പോവാനായിട്ട് മനസ്സ് വെച്ചു. അപ്പൊ പോവാനായിട്ട് മനസ്സ് വെച്ചപ്പോൾ ആ വേറെ ഒരു സംഗതി ചിന്തയിൽ വന്നു. അങ്ങനെ അപ്പൊ അങ്ങോട്ട് പോവുക? വെറുതെ മുണ്ടും തോളത്തിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? പോരായൊന്നും ഇല്ല, എന്നാലും അതൊരു പോരായ തന്നെയാണ്. എന്ത്? അങ്ങനെ പോകുമ്പോ അതേമാരോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അഭ്യസ്തി ഉപായനം കിഞ്ചിൽ കല്യാണി ഗൃഹേ ചോദിച്ചു. എന്താ ചോദിച്ചത്? അഭ്യസ്തി ഉപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ചോദിച്ചു. കല്യാണി എന്ന് വിളിച്ചതേ ഭാര്യയെ വിളിച്ച പേരാ. കല്യാണി എന്ന് പറഞ്ഞാലേ മംഗളസ്വരൂപിണി എന്ന അർത്ഥം. ദാരിദ്ര്യം കുത്തി വാഴുമ്പോൾ ആ ഭാര്യയെ കല്യാണി എന്നൊക്കെ വിളിക്കേണ്ടത്. നമ്മൾ ലോട്ടറി അടിച്ചെന്ന് എന്താ വിളിക്കുക ഭാര്യയെ? ആ പേരൊക്കെ ഒന്ന് സ്മരിച്ചു നോക്കൂല്ലേ? ആ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയില്ലേ? ആലോചിച്ച് നോക്കൂ. അതൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല. എന്താ? സാരിയും മുണ്ടും കുപ്പായം വീടും പറമ്പൊക്കെ വാങ്ങാൻ കിട്ടും. സംസ്കാരമൊക്കെ എന്ത് വേണം? അതാണ് ആ ബ്രാഹ്മണൻ അത്ര കഷ്ടത്തിലായിരിക്കുമ്പോൾ ആ ഭാര്യയെ വിളിച്ച പേരാണ് കല്യാണി, മംഗളസ്വരൂപിണി. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അഭ്യസ്തി ഉപായനം കിഞ്ചിൽ അവിടെ ഉണ്ടാവുമോ? ലേശം എന്തെങ്കിലും കൊടുത്തയക്കാൻ ഉണ്ടാവുമോ? കിഞ്ചിൽ എന്നാ ചോദിച്ചത്. ധാരാളം ഒന്നും വേണ്ട. ധാരാളം ഇവിടെ ഉണ്ടാവില്ല, കിശല്ലേ. അതല്ല, ലേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എന്താ വെച്ചാൽ അഭ്യസ്തി ഉപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ഉണ്ടെങ്കിൽ ദീയത തരുവിട്ടോ. ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇലയിൽ വിളമ്പില്ലേ? എന്തുണ്ട് ഇവിടെ? ഒന്നുമില്ല. എന്നാലും ആ ഭാര്യ ഉണ്ടല്ലോ, ഇല്ല വയ്യ എന്ന് പറഞ്ഞ് ശീലിച്ച കൂട്ടല്ല. ചിലരങ്ങനെയുണ്ട്, എന്തുണ്ടെങ്കിലും അതില്ല എന്നേ പറയുള്ളൂ, പിന്നെ തരും ചെയ്യും. ഒരു ശീലാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ആദ്യം വയ്യെന്നേ പറയുള്ളൂ, പിന്നെയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സമ്പ്രദായം കണ്ടിട്ടില്ലേ? ഇതല്ല, ഇത് വയ്യാന്നോ ഇല്ലയെന്നോ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ആ ബ്രാഹ്മണ പത്നി എന്ത് ചെയ്തു? പറഞ്ഞു നോക്കട്ടെ കേട്ടോ, ഞാനൊന്ന് ഉത്സാഹിക്കട്ടെ. എന്താ വെച്ചാൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ കയ്യും വീശി പോവുക രണ്ടാന്തരാണ്. എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ കരുതണം എന്നാണ്. അങ്ങനെയാണ് അത് ചിലരൊക്കെ. ഇപ്പൊ ഗുരുനാഥനെ കാണാൻ പോകുമ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോഴും കാരണവന്മാരുള്ള കുടുംബത്തേക്ക് പോകുമ്പോഴും കുട്ടികളുള്ള കുടുംബത്തേക്ക് പോകുമ്പോഴൊക്കെ കയ്യിൽ എന്തെങ്കിലും കണക്കാക്കണമെന്ന്. കുട്ടികളൊക്കെ ഉള്ള കുടുംബത്തേക്ക് നമ്മൾ കയ്യും വീശി വലിയ ആളാണെന്ന് ഞെളിഞ്ഞ് ചെന്നാൽ കുട്ടികളെ പറയും ഏതോ ഒരുത്തം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. വലിയ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കണുണ്ടാവിടെ, അവർക്ക് ഇഷ്ടാവില്ല. എന്നാൽ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പഴമോ മിഠായിയോ കൊണ്ട് ഉണ്ണികളെ ഒന്നും ഇങ്ങോട്ട് വരിക. കുട്ടികൾക്ക് മിഠായി ഒന്നും വേണ്ടി വരില്ല, എന്നാലും കൊടുത്ത അതാ മുത്തപ്പൻ വന്നപ്പോൾ കൊണ്ടുവന്നു. ആ ഒരു സന്തോഷം എന്താ? അപ്പം ആരെങ്കിലും ലേശം സന്തോഷിച്ചോട്ടെ. ഇതൊക്കെ അത്ര വലിയ ചിലവുള്ള കാര്യമാണോ? അങ്ങനെ കാരണവന്മാരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണം. വെറ്റിലി അടക്കൊക്കെ കൊണ്ടുപോകും കൊടുക്കും. വെറ്റിലി അടക്കൊക്കെ മുറുക്ക് നിർത്തിയിട്ട് 16 കൊല്ലമായി, എന്നാലും കൊണ്ടുപോകും. അതങ്ങനെ മടിയിൽ വെച്ചിട്ട് പറയും, ഇത് കുട്ടൻ വരുമ്പം കൊണ്ടുപോകുന്നതാ, കുട്ടൻ വരുമ്പം കൊണ്ടുപോകുന്നതാ, കുട്ടൻ. തിന്നാനൊന്നും പറ്റില്ല, തിന്നല്ലോ. എന്നാലും അത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷം. മുണ്ടും കോടിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഉടുക്കൊന്നുമില്ല, എന്നാൽ തൊട്ടിട്ട് പറയും, ഇതേ കുഞ്ഞൂട്ടൻ്റെ ഉണ്ടാത്ത. അത് അവരെ ഓർമ്മ ഉണ്ടാവുന്നിടത്തോളം സന്തോഷാണേ. ഉടുത്തിട്ടൊന്നുമല്ല, ഉടുക്കാനൊന്നും ആർക്കും വേണ്ട, എന്നാലും
സന്തോഷത്തിൽ. ആ കാരണവന്മാരുടെ കുടുംബത്തേക്ക് പോകുമ്പോൾ, ഭഗവാനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെയില്ലേ, ത്രിഭുവന മടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കേലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നോ ഗമിക്കരുതാരും കൈക്കേലി ഭാവുമാം ഇലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണവളനൊക്കെയുമാകും. അങ്ങനെയൊക്കെയാണ്. അതിപ്പോ അവലായാലും മലരായാലും പൂവായാലും ഇനി അതൊരു കിണ്ടി വെള്ളമായാലും എന്തായാലും ഇവിടത്തേക്ക് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല. ഇനി ഒന്നുമില്ലെങ്കിലും അങ്ങനെയുണ്ട്. കൈക്കേലർത്ഥമൊന്നോമില്ലഞ്ഞെന്റെ ഭക്തന്മാരർപ്പിച്ചാൽ കൈക്കും കാഞ്ഞിരക്കൂരോമെനിക്കമൃതം. അങ്ങനെയുണ്ട്. കയ്യിൽ ഇനിയിപ്പോ ഒന്നും ഇല്ലാതെ വന്നു വഴിയുന്ന ആ മരത്തിന്റെ ചോടുന്ന കാഞ്ഞിരക്കുരു കിട്ടി, ഭഗവാനെ ഇതുള്ളൂ അടിയനേ എന്നും പറഞ്ഞ തൃപ്പടിയുമേൽ സമർപ്പിച്ചാലും ഭഗവാൻ അത് കൽക്കണ്ടം പോലെ എടുത്ത് കഴിക്കും. എന്താ കാരണം എന്നറിയൂ? കാഞ്ഞിരക്കുരുവിന് കയ്പാണെങ്കിലും ഈ കൊണ്ടുവന്നവന്റെ ഹൃദയത്തിന്റെ ഒരു മധുരം ഇതിലേക്ക് ഇങ്ങോട്ട് കൂട്ടുമ്പോൾ കയ്പുണ്ടാവില്ല. കുരുവിന് ഒരു നല്ല കദളിപ്പഴം പോലെയൊക്കെ തോന്നും ചിലപ്പോൾ. കണ്ടിട്ടില്ലേ? ഇനിയിപ്പോൾ ഈ ഉള്ളിൽ ഈ മധുരം ഇല്ലാത്ത നല്ല കദളിപ്പഴം കൊണ്ടുവന്നാലും കാഞ്ഞിരക്കുരു പോലെ ഒരു ഏറുണ്ടാവും. എന്താ കാരണം? വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഭഗവാന്റെ പ്രമാണം. ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാ പോവുക? ഈ ഭാര്യ പുറത്തേക്ക് അപ്പുറത്തേക്ക് എങ്ങോട്ട് പോയിട്ട് ആ വടക്കേ വാതില് കടന്ന് അപ്പുറത്തെ ഇല്ലത്തെ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടാവും ഒരു ലേശം ആ വേഷ്ടിത്തലയിലേക്ക് ഇങ്ങനെ ലേശം. അപ്പൊ അവിടുന്ന് ഒരു പിടി അവല് കൊടുത്തു. തൊട്ടപ്പുറത്തെ ലേശം അവിടുന്ന് കിട്ടി ഒരു പിടി അവല്. അപ്പൊ ലേശം അങ്ങനെ 4 ദിക്കിൽ ചെന്നു. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാതാൽ ഉപായനം. ഇനി 4 പിടി അവല, ഓരോ പിടിയായിട്ട് 4 പിടിയെ കിട്ടിയത്. ഒരു ദിക്കുന്ന നെല്ല, ഒരു ദിക്കുന്ന അരി, ഒരു ദിക്കുന്ന അവല, ഒരു ദിക്കുന്ന മലര് ഇതൊക്കെ കൊടുത്താൽ പോലെ. എല്ലാവരും ഒരേ വസ്തു കൊടുക്കണമെന്നൊന്നും ഭിക്ഷ കൊടുക്കുമ്പോൾ നിർബന്ധമില്ല. അതിപ്പോ അവനവന്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കുക. ഒരു ദിക്കുന്ന അവല കൊടുത്തു, മറ്റേ ദിക്കുന്ന മലര കിട്ടിയത്, ഒരു ദിക്കുന്ന അരി കിട്ടി, ഒരു ദിക്കുന്ന നെല്ല് കിട്ടി. എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ല. എല്ലാ ദിക്കിന്നും കിട്ടിയത് എന്താണ്? അവല കിട്ടിയത്. ഒരേ വസ്തു. എന്താ കാരണം എന്നറിയൂ? 4 ദിക്കിലും ചെല്ലുമ്പം ഒരേ ഭാവ. എന്താ ഭാവം? ഭഗവാന്. കണ്ടോ? ഭാവൻ അങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചല്ലേ ഫലം. ആ ഭാവത്തിനനുസരിച്ച് ഫലം ഉണ്ടായി. ഈ 4 പിടി അവല യാചിച്ചു വാങ്ങിയെന്നാണ് കേട്ടോ ഭാഗവതത്തില്. നമ്മൾ കേട്ടത് അങ്ങനെയാവില്ല. എന്ത്? ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടുവന്ന ധാന്യം ക്ഷിപ്രമിരുട്ടത്തേടിക്ക കൊണ്ടോ കല്ലും നെല്ലുമേറും അപ്രഥുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തെഴുന്നേറ്റു കുളിച്ചു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കഷാകുതൂഹലം കുടയുമെടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പോതും ചെയ്തു കുചേലൻ. ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ വെച്ചാല് അവല കൊടുത്തു തന്നെയാണ് പറഞ്ഞത്. ഇടിച്ച പൊടിച്ചു കൊടുത്തു എന്നല്ല. ആ 4 പിടി അവല് ചൈലഖണ്ഡേന താൻ ബദ്ധ്വ, ഒരു കഷ്ണം മുണ്ടെടുത്തിട്ട് അതിൽ നല്ലോണം പൊതിഞ്ഞ് കെട്ടി വരിഞ്ഞ് മുറുക്കി കിഴിയാക്കിയിട്ട് ഭർത്രേ പ്രാതാൽ ഉപായനം, ഭർത്താവിന്റെ പാദത്തിൽ അവിടെ വെച്ച് തൊഴുതു. ദേ ഉള്ളൂ കേട്ടോ. അവിടെ ഭർത്താവ് പറഞ്ഞു ഇതേ ഉള്ളൂ എന്നോ, അത്രയ്ക്കൊക്കെ ഉണ്ടായില്ലേ? ഹൗ ഭാഗ്യായി. എന്താ കാരണം? ഇത്രയൊക്കെ എങ്ങനെയാ ഇപ്പൊ തരാക്കിയത്? ഇപ്പൊ കഷ്ടപ്പെട്ട് തരാക്കിയില്ലേ? സന്തോഷായി. അദ്ദേഹം ആ പൊതി ഇങ്ങോട്ട് വാങ്ങി സന്തോഷമായിട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് നേരെ ഇറങ്ങി. വെളിച്ചാവുമ്പം നേരത്തെ പുറപ്പെട്ടു. എവിടേക്ക്? ഭഗവാനെ കാണാനായിട്ട്. അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഭഗവത് വിചാരം മാത്രമേ ഉള്ളൂ, വേറൊരു വിചാരവും ഇല്ലേ. പോകുമ്പോ അദ്ദേഹം ചിന്തിച്ചു, എന്താ അല്ലേ എത്ര കാലമായിട്ട് ഭഗവാനെ കാണണം 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 നിരീക്ഷിച്ചിരിക്കുക, എന്നിട്ടോ ഒന്നും പോയില്ല. എപ്പോഴാ പോണത്? നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ കാര്യമാകുമ്പോ നാളെ ആവട്ടെ
നാളെ ആവട്ടെ, ഈ മട്ടായിട്ട് കണക്കി കൂട്ടും. അങ്ങനെ ഈ ഭഗവത് കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഈ നാളെ നാളെ എന്നുള്ള കഥ പാടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടോ? നാളെ നാളെ എന്നായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നാളെ നാളെ എന്നായിട്ടോ ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളിക നായനെന്തു തോന്നുന്നോ ഇന്നോ നമ്മോട്? നാളികം കരിമ്പനമേലെയ്ത പോലെയോ. നാളെ ആവാ നിരയിച്ച ഭഗവാനെ കാണാൻ ഞാൻ പങ്കെടു ചെല്ലുമ്പം ഈ നാളികം പറഞ്ഞ താമരപ്പൂവാണേ. കരിമ്പന നല്ല ഉറപ്പുള്ള ജാതി മരാണേ. ഈ കരിമ്പനേമിക്ക് താമരപ്പൂവ് എയ്യ പറഞ്ഞ അർത്ഥം താമരപ്പൂവ് കൊണ്ട് കരിമ്പനേമിക്ക് എറിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? പൂവ് ചതയല്ലേ ഉണ്ടാവുള്ളൂ, പനയ്ക്കൊരു കേടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഈ പ്രയത്നം നിഷ്ഫലാവോ എന്നൊരു സംശയം ഉടനെ ചിന്തിച്ചേ, അതുണ്ടാവില്ല. എന്താ ഇത് ദ്രോണനും ദ്രുപദനും ഒന്നും അല്ലല്ലോ, പിന്നെ ആരാത്? പണ്ട് ദ്രോണനും ദ്രുപദനും രണ്ടുപേരുണ്ടായിരുന്നു. അവര് ഒന്നിച്ച് ഗുരുകുലത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് പ്രായമായപ്പം കണ്ടുമുട്ടിയപ്പുണ്ടായ സ്വഭാവ സമ്പ്രദായം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതങ്ങനെയൊന്നും അല്ലല്ലോ, അത് ഭഗവാനല്ലേ. ഭഗവാനെ കുട്ടിക്കാലം മുതലേ കണ്ട മനസ്സിലാക്കിയിട്ടുള്ള കഥയുണ്ട് കയ്യിൽ. അതുകൊണ്ട് ഞാൻ പങ്കിട്ട് ചെല്ലുമിക്ക് നിശണ്ട ഭഗവാൻ എന്നെ കണ്ട എന്തായാലും അങ്ങനെയുണ്ടല്ലോ, എന്തായാലും ചെന്താമരക്കണ്ണൻ എന്നെ കാണും നേരം സന്തോഷിക്കും, സൽക്കരിച്ചയക്കുകയും ചെയ്യും. സംശയമില്ല, എന്തായാലും അത് ഉറപ്പാണ്. എന്താ അങ്ങോട്ട് ചെല്ലുമ്പം ഭഗവാൻ എന്നെ അങ്ങോട്ട് കാണും, വലിയ സന്തോഷവും സൽക്കരിക്കുകയും ചെയ്യും. സംശയമൊന്നുമില്ല. അദ്ദേഹം ഈ ചിന്തയിൽ ഇങ്ങനെ മുഴുകി അകത്തോ ഭഗവാന്റെ തൃപ്പാദം, പുറത്തു നാവിന്റെ മുകളിലോ ഭഗവാന്റെ മഹിമ, വേറെ ഒന്നുമില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത്രയേ ഉള്ളൂ കയ്യില്. ആ ലയിച്ച മുഴുകി അതിലങ്ങട്ട് ലയിച്ചു പോയി. അങ്ങനെ ദേഹം ഇങ്ങനെ പോയി ആ ലയത്തില്, ഭഗവത് ലയത്തില്, ആ നാമജപ ലയത്തില്, ഭഗവത് ധ്യാനത്തിന്റെ മഹിമയിൽ വേറൊരു ചിന്തയില്ലാതെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പം വഴി പോയതൊന്നും മുമ്പിലേക്ക് എത്തിയതൊന്നും അദ്ദേഹം അറിഞ്ഞില്ലേ. അതങ്ങനെയുണ്ട്. അദ്ദേഹത്തിന് എത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ പറയും, ഭക്തിയായ കാറ്റ്. ഏത് കാറ്റ്? അതൊരു വല്ലാത്ത കാറ്റാത്. ഭക്തിയായ കാറ്റ് കൈകണക്കിലേറ്റു പെരുകിയ ഭാഗ്യപരവാര ഭംഗ പരമ്പരയാം ശക്തിയോടുകൂടി വന്നോ മാറിയെടുത്തിട്ട ശർങ്കിയുടെ പൂരദ്വാരം പൂജിക്കപ്പെട്ടു. അങ്ങനെ ഉണ്ടായത്. ആ ഭക്തിയുടെ കാറ്റ് ഇങ്ങനെ വീശേണേ. ഭാഗ്യസമുദ്രത്തിലാണ് ബ്രാഹ്മണൻ കിടക്കണത്. ഭാഗ്യം വല്ലാത്തൊരു കടലാണ്. ആ ഭാഗ്യത്തെ കടലിൽ നമ്മൾ എന്ത് കൊണ്ടുപോയിട്ടാലും കാറ്റത്ത് എവിടെ എത്തും? കരയിലേക്ക് അടിച്ചു കയറി വരില്ലേ? അതേ മട്ടിൽ ഈ ഭഗവാന്റെ ഈ മഹിമ ചിന്തിച്ച് പുറപ്പെടണ ഈ ബ്രാഹ്മണോത്തമൻ അദ്ദേഹം ഭാഗ്യസമുദ്രത്തിൽ പെട്ടുവച്ചാലും ഭക്തിയുടെ കാറ്റത്ത് പോന്ന് ശർങ്കിയുടെ പൂരദ്വാരം പൂജിക്കപ്പെട്ടു. ഭഗവാന്റെ ദ്വാരകാപുരിയുടെ ഗോപുരത്തിന്റെ മുമ്പിൽ വന്ന് എത്തിപ്പെട്ട് ആ ദ്വാരകയുടെ മുമ്പിൽ എത്തിപ്പെട്ടപ്പോഴാണ് അമ്പോ എന്തോ ഒരു സ്വർണ്ണവർണ്ണമാർന്ന മാളിക. ഹൈ, എന്താ ഇപ്പൊ ഇവിടത്തെ കേമത്തരം. അദ്ദേഹം ഗോപുരത്തിന്റെ മുമ്പിൽ അവിടെ നിന്ന് ഉള്ളിക്ക് കയറാൻ തന്നെ പോലെ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ നല്ല സുന്ദരന്മാര്, നല്ല വേഷങ്ങൾ ധരിച്ച ആഭരണങ്ങളൊക്കെ അണിഞ്ഞ വലിയ കേമായിട്ട് നടക്കണോന്റെ ഇടയ്ക്ക് ഈ നാറി ഇങ്ങനെ കീറി മുണ്ടൊക്കെ കൊടുത്തു പോയി ചോദിക്കില്ലേ, ആരാണ്? ഞാനേ ഭഗവാന്റെ കൂടെ പഠിച്ച ആളാണ്. എന്നാ ജാതി ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞത്. ഭഗവാനോട് പറയുമ്പോൾ ഭഗവാനും തോന്നില്ലേ, മോശമാവില്ലേ, നമ്മളിങ്ങനെ ഒരാളെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വേണ്ട ഇവിടെ നിൽക്കുക, കുറച്ചു നേരം എന്തെങ്കിലും നോക്കിയിട്ടാവാം എന്നൊക്കെ നിരീച്ചു ബ്രാഹ്മണൻ ഇങ്ങനെ നിൽക്കുമ്പം ദ്വാരകയുടെ ഉള്ളിൽ എന്താ കഥ എന്നറിയൂ. ആ 7ാം നില മാളികയുടെ മുകളിലെ ചപ്രമഞ്ചക്കട്ടിലിന്റെ മുകളിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കണോ. അപ്പുറത്ത് രുക്മിണി ഇരുന്ന് എന്തൊക്കെയോ പറയണുണ്ട്. രുക്മിണി ഭഗവാനോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ ഓരോ മൂളലടക്കുണ്ടെന്നല്ലാതെ കണ്ണ് എവിടേക്കാന്നറിയോ?
ഗോപുരത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ഇവിടേക്ക് ഒരു മൂളലേ ഉള്ളൂ, അവിടേക്കാണ് നോക്കണത്. ശ്രദ്ധ എവിടെയാണ്? അവിടെ ഗോപുരത്തേക്കാണ്. ഇവിടെ മൂളല ഇവിടേക്കും. ഒരു രുക്മിണി ഇങ്ങനെ പറയണുണ്ട്. ഇങ്ങനെ വെച്ചാൽ പുറപ്പെട്ടത് അറിയാലോ, അവിടെ എത്തിയിട്ട് കാണാനും ഇല്ല. നോക്കി നോക്കി നിന്നപ്പോ എന്ത് കണ്ടു? അമ്പോ ഒന്നും പറയണ്ട, ദൂരെ ആരെ കണ്ടു? ആ ഗോപുരദ്വാരത്തില് ബ്രാഹ്മണോത്തമൻ ഇങ്ങനെ വന്ന് നിൽക്കണത് കണ്ടു. കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, ഏഴാം നില മാളികയുടെ മുകളിലിരിക്കണേ ആ ബ്രാഹ്മണനെ കണ്ട ഭഗവാൻ ഊട്ടി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടം ഗോപുരത്തിലേക്ക്. എങ്ങനെ? അത് പറയും. തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമാസ്ഥിതാം സഹസോത്ഥായ ച ഭേത്യ ദുർഭ്യാം പര്യഗൃഹീൽ മുദാ. അതേ ഉണ്ടായത്. ഊട്ടി അങ്ങോട്ട് ചെന്ന് ആരോടൊന്നും മിണ്ടിയില്ല, ഒരാളോടും മിണ്ടിയില്ല. ഭഗവാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ ബ്രാഹ്മണനെ ഒരു ഒറ്റപ്പെടുത്തം എന്ന് ചോദിച്ചോ, ഇയാൾ തന്നെയല്ലേ? അങ്ങനെയൊക്കെ തന്നെയില്ല, ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും ചോദിക്കാൻ നിന്നില്ല. ചെന്ന ആ ഒരു ഒറ്റ കെട്ടിപ്പിടുത്തം, കെട്ടിക്കിട്ട പിടിച്ച് കുറച്ച് നേരം. അപ്പോഴേക്ക് ഈ ദ്വാരകാപുരിവാസികളെല്ലാവരും ഭഗവാന്റെ ഈ ഓട്ടവും ആ പരക്കം പാച്ചിലും ആ കെട്ടിപ്പിടുത്തം ആ ഒരു ധൃതിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭഗവാന്റെ കൂടെ ഓടി ചെന്നവരൊക്കെ കണ്ടത് എന്താ? ഗോപുരത്തിന്റെ പുറത്ത് നിൽക്കണ ഒരു കീറി പറഞ്ഞ മുണ്ടൊക്കെ ചുറ്റി വന്ന ഒരാളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിടിച്ചിട്ട് വിടണില്ല. അതി പിടിച്ചത്. ഈ പിടുത്തം പിടിച്ചിട്ട് ഭഗവാൻ വിട്ടില്ലേ. ബ്രാഹ്മണനുണ്ടോ വല്ല കഥയും? അദ്ദേഹം അങ്ങോട്ട് ബ്രഹ്മാനന്ദം ഗതോ യഥാ. അദ്ദേഹത്തിന്റെ സ്ഥിതി അതാ. എങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദം ഗതോ യഥാ, ബ്രഹ്മാനന്ദ ലഹരിയിൽ ലയിച്ച മാതിരിയായിപ്പോയി ബ്രാഹ്മണൻ. ഭഗവാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചവിടെ നിന്നു. അപ്പോൾ ഈ ദ്വാരകാപുരിയിലുള്ളവരൊക്കെ വന്നവര് ചോദിച്ചു, ആർക്കും അറിയില്ലേ? തമ്മിൽ ചോദിക്കുക, ആരാത് ചോദിച്ചു. ഒരുത്തനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അത് ഭഗവാന്റെ വല്യേട്ടനാണെന്നാ. വല്യേട്ടൻ ഇവിടെയുള്ള രാമേട്ടനല്ലേ ചോദിച്ചു. ഇത് അതിലും വല്യേട്ടനാണെന്നും പറഞ്ഞു. തൻ്റെ ജ്യേഷ്ഠനെ അച്ഛനെ പോലെയാണല്ലോ ബഹുമാനിക്കുക. അതുപോലെയാണ് ബ്രാഹ്മണനെ ആര് ബഹുമാനിക്കുന്നത്? ഭഗവാനെ. അപ്പൊ ആ ബഹുമാനിക്കണതിന്റെ വിധം കണ്ടിട്ട് ഊഹിച്ചതാണ് എന്താ? വല്യേട്ടനാവുമെന്ന്. അങ്ങനെയാണല്ലോ പതിവ്. അതൊക്കെ ഉണ്ടായി. കുറെ നേരം കെട്ടിപ്പിടുത്തൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഭഗവാന്റെ ആ ഒരു ഭാവമൊന്നും പറയണ്ട. കെട്ടിപ്പിടുത്തം അങ്ങോട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ പിടുത്തം അങ്ങോട്ട് വിട്ടു. പിടുത്തം വിട്ടിട്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെ ഒന്ന് നോക്കി. എന്തല്ലേ കഥ! ഭഗവാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോ അവിടെ എന്താ ഉണ്ടായത്? ഇതൊന്നും പറയണ്ട. കണ്ടാലെത്ര കഷ്ടം. പണ്ടൊക്കെ കണ്ടതും ഇപ്പോഴത്തെ കാഴ്ചയും. കണ്ടാലെത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയേവുമിട്ടു. പറയണ്ട. മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ടും ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കീണമുദ്രയും മുഖരമായ പുള്ളിക്കോടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തോ ചിദ്രൂപത്തിങ്കലുറച്ചോ ചഞ്ചമ്മേ ചെല്ലും. അന്തണനെ കണ്ടിട്ടോ സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞോ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും? ഒന്നും പതിവില്ല. എങ്ങനെ ഇരുന്നതാണ്. ഭഗവാന്റെ രണ്ട് കണ്ണും അങ്ങോട്ട് നിറഞ്ഞു. എങ്ങനെ? അതല്ലേ പറയുന്നത്. അന്തണനെ കണ്ടിട്ടോ സന്തോഷം കൊണ്ടോ. ബ്രാഹ്മണനെ കണ്ട് സന്തോഷം കൊണ്ടാണോ? തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ. എന്തുകൊണ്ടാ നിശ്ചല്യ? എന്തുകൊണ്ടേ ഇരിക്കാവോ? അതല്ലേ പറയുന്നത്. അതല്ല, സന്തോഷം കൊണ്ട് തന്നെയാണ്. പ്രീതോ ദ്യമുഞ്ചത ബിന്ദോൻ
നേത്രാഭ്യാം പുഷ്കരേക്ഷണ. സന്തോഷം കൊണ്ടാത്രേ കണ്ണങ്ങോട്ട് നിറഞ്ഞു. ഒന്നും പറയണ്ട. ബ്രാഹ്മണൻ എന്തെങ്കിലും മിണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലൊന്നും ഉണ്ടായില്ല. രണ്ടാളും കൂടി ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി നിന്നു. ബ്രാഹ്മണനെ രണ്ട് കൈകൊണ്ട് ആനയിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ദ്വാരകാപുരിയുടെ ആ നല്ല വലിയ സഭയുടെ നടക്കിയിരിക്കുന്ന സ്വർണസിംഹാസനത്തില് ബ്രാഹ്മണനെ അങ്ങോട്ട് ഇരുത്തി. അദ്ദേഹത്തിന്റെ രണ്ട് പാദങ്ങളും ആ സ്വർണത്തിന്റെ താലത്തിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ പാദങ്ങൾ രണ്ട് കൈകൊണ്ടും തൻ്റെ കൈകൊണ്ട് ബ്രാഹ്മണന്റെ പാദങ്ങളെ എങ്ങനെ പള്ളിപ്പാണികളെ കൊണ്ടോ പാദം കഴുകിച്ചോ പരൻ ഭള്ളൊഴിഞ്ഞോ ഭഗവതി വെള്ളമൊഴിച്ചു. ഭഗവാന്റെ തൃപാദം ഭക്തന്മാര് എപ്രകാരത്തിലാണോ ഈ വിധത്തിൽ ശുശ്രൂഷിച്ചപ്പോ കഴുകി ശുദ്ധം വരുത്തി അങ്ങനെ കൊണ്ടാടുന്നത്, അതേ പ്രകാരത്തില് ബ്രാഹ്മണൻ ഇല്ലേ അങ്ങനെ ഇരിക്കണോ. ഭഗവാൻ ആ ബ്രാഹ്മണന്റെ പാദം ഇങ്ങനെ ഏത് കൈയുണ്ട് പള്ളിപ്പാണികളെ കൊണ്ടോ പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. ലക്ഷ്മീദേവി ഭഗവതി രുക്മിണീദേവി ആ സ്വർണ്ണക്കിണ്ടിന്ന് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഭഗവാൻ അങ്ങനെ പാദം ഇങ്ങനെ കഴിയിക്കണം. ബ്രാഹ്മണനാണെങ്കിലോ ഒന്നും പറയണ്ട, ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വയ്യണ്ടേ. ബ്രാഹ്മണന്റെ ഭാഷയെ പറഞ്ഞാ പറയും പങ്കജാക്ഷ കൃപ കൊണ്ടു മുട്ടി കൂചേലൻ. വല്ലാത്ത മുട്ടായിപ്പോയത്. എന്താണ് നമ്മളൊക്കെ എപ്പോഴും മുട്ടിൽ തന്നെയാ, പല ജാതി ബുദ്ധിമുട്ട്. ഇവിടെ എന്താണ്ടായത്? പങ്കജാക്ഷ കൃപ കൊണ്ടു മുട്ടി കൂചേലൻ. ആ പങ്കജാക്ഷ ഭഗവാന്റെ കാരുണ്യം കെട്ടാണ് ആ പൊട്ടി പുറപ്പെട്ട സമയത്ത് എന്താ വേണ്ടേ നിശ്ചയില്ലാത്ത മട്ടായിട്ട് തീർന്നു ആര്? ആ ബ്രാഹ്മണോത്തമൻ. അദ്ദേഹം എങ്ങനെ ഇരിക്കണം? ഭഗവാൻ പാദമൊക്കെ നല്ലോണം പ്രക്ഷാളനം ചെയ്തു, വേണ്ട മാതിരി ശുശ്രൂഷിച്ചു, ആഹാരമൊക്കെ കഴിച്ചു, സന്തോഷമായി, സമാധാനമായി, ക്ഷീണമൊക്കെ തീർത്തു ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പം ബ്രാഹ്മണൻ ആ സിംഹാസനത്തിൽ ഇരിക്കല്ലേ. ഭഗവാൻ എന്ത് ചെയ്തു? അപ്പുറത്തൊരു പലകേട്ട അവിടെ ഇരുന്നു തൊഴുതു. ചോദിച്ചു, ബ്രാഹ്മണോത്തമ ആദ്യമായിട്ട് വർത്തമാനം പറയാൻ. ഇപ്പം നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നാൽ നമ്മൾ ആതിഥേയനും വന്നയാള് അതിഥിയും. അതിഥി വന്നാൽ ആതിഥേയൻ ആദ്യം മിണ്ടണം എന്നാ പ്രമാണം. നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വന്നാൽ നമ്മൾ അങ്ങോട്ട് എവിടെന്നാ വരിക, ഇരിക്കുക, എന്തൊക്കെയാ അത്, വെയിലൊക്കെ ഉണ്ടായിയോ ഒക്കെ ചോദിക്കണം. നല്ല രാവിലെ വന്നാലും ചോദിക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കും. നമ്മൾ അങ്ങനെ അല്ല, നമ്മളൊരു കുടുംബത്തേക്ക് കയറി ചെന്നിട്ട് ആ വീട്ടുകാർ നമ്മളെ കണ്ടിട്ട് ഈ കഴങ്ങ പൊഴുങ്ങിയ മാതിരി ഇരുന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഇറങ്ങി പോരാൻ തോന്നില്ലേ? അദ്ദേഹം ഇങ്ങോട്ട് മിണ്ടിയും ചോദിച്ചും തുടങ്ങിയാൽ നമുക്ക് മിണ്ടാം. ഒന്നും മിണ്ടിയില്ല വെച്ചാൽ നമുക്ക് അങ്ങോട്ട് മിണ്ടാനൊരു വൈഷമ്യം തോന്നും. ശരിയല്ലേ? അതാണ് ഭഗവാൻ അടുത്തേക്ക് ചെന്ന് ചാരി ഇരുന്നിട്ട് ചോദിച്ചു, അഭിബ്രഹ്മൻ അല്ലേ ബ്രാഹ്മണോത്തമ അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാൽ. അതല്ലേ ഉണ്ടായത്? സമാവർത്തന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീന്നവ. അങ്ങ് ഗുരുകുലത്തിലെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലത്തേക്ക് മടങ്ങി വന്ന് സമാവർത്തനമൊക്കെ കഴിച്ചിട്ടേ വേളി കഴിച്ചു. ആരോട് ചോദിച്ചു? ഭഗവാൻ ചോദിച്ചു ബ്രാഹ്മണനോട്. ഒന്നും മിണ്ടിയില്ല. ആര്? ബ്രാഹ്മണനൊന്നും മിണ്ടിയില്ല. എന്താ ശല്യം? ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ ചോദിച്ചു, കച്ചിൽ ഗുരുകുലേ വാസം സ്മരസി. ചോദിച്ചു, നമ്മള് ഗുരുകുലത്തില് കഴിഞ്ഞത് പുറത്തേക്ക് ഓർമ്മയില്ലേ ബ്രാഹ്മണ? അക്ഷരം മിണ്ടിയില്ല, മറുപടി ഇല്ല. മൂന്നാമത് ചോദിച്ചു, പിന്നെ സ്മര്യതേ ബ്രഹ്മൻ. അതങ്ങക്ക് ഓർമ്മയില്ല എപ്പോഴും? ഉണ്ടാവും, മറക്കില്ല അങ്ങ് കിശന്റെ. എന്താ അത്? അഭിനസ്മര്യതേ ബ്രഹ്മൻ. എന്ത്? നമ്മൾ പണ്ട് ഗുരുകുലത്തിലെ കഴിഞ്ഞ കാലത്തെ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഗുരുപത്നി പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ വെളിച്ചാമ്പളയ്ക്ക് വിറകില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അമ്മേ ആ പിശാത്തി ഇങ്ങോട്ട് തരും, ഉപ്പ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് വെട്ടുകത്തിയൊക്കെ നമ്മളെ കാട്ടിക്ക് പോയി വിറകൊക്കെ വെട്ടിക്കീറി നേരെയാക്കി വള്ളി കൊണ്ട് കൂട്ടിക്കെട്ടി ഈ രണ്ട് കെട്ടാക്കി. ഒരു കെട്ട് അങ്ങും ഒരു കെട്ട് ഞാനും തലയിൽ വെച്ച മുണ്ടിന്റെ തല വലിച്ച അരയിൽ കുത്തി നമ്മൾ രണ്ടാളും കൂടി ഇടവഴി കൂടി മെല്ലെ മെല്ലെ നടന്നു വരുന്ന സമയം ഇപ്പോഴൊക്കെ ഇടവഴിയിലൊക്കെ ഇരുട്ട് വീണ് പടിഞ്ഞാട്ട് തിരിയേണ്ട ഇടവഴിക്ക് പകരം കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മളെ കാടിന്റെ ഉള്ളിൽ ചെന്ന് പെട്ട് വഴി എങ്ങടാ നിശ്ചയില്ലാതെ കണ്ട് അങ്ങനെ വഴി തെറ്റി ഇരിക്കുക. മഴയും പെയ്തു, കാറ്റും വീശി, വിറകിന്റെ കെട്ടൊരു മരത്തിന്റെ ചോട്ടിൽ വെച്ച് ആ മരത്തിന്റെ അടിയിൽ കിട്ടാന്ന് പറച്ച് എങ്ങടാ പോണ്ടേന്നറിയാതെ വിഷമിച്ച് ഇങ്ങനെ നരകിച്ചെന്ന് ഇരുന്ന സമയത്ത് ഗുരുനാഥൻ രാത്രി മുഴുവനും നമ്മളെ തെരഞ്ഞ് നടന്ന കാണാതെ വെളിച്ചായപ്പം ആ മരത്തിന്റെ ചോട്ടിൽ നമ്മളിങ്ങനെ വറച്ച് നനഞ്ഞ് പിണ്ടിയായിട്ട് ഇരിക്കണത് കണ്ട് ഓടി വന്ന്, അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ അതിദുഃഖിതാ
ഉണ്ണിയോളെ എൻ്റെ കാര്യത്തിനല്ലേ നിങ്ങളിങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചത് എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് മൂർധാവിൽ കൈ വെച്ച് തലോടി പുറത്തൊക്കെ നമ്മളെ തലോടി അനുഗ്രഹിച്ചിട്ട് പറയും ചെയ്തു, ഉണ്ണിയോളെ ഓരോ ജീവിക്കും അവനവൻ്റെ ജീവിതം ജന്മം ശരീരം എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെന്നിരിക്കും. അത് കണക്കാക്കാതെ അല്ലേ ഉണ്ണിയോളെ നിങ്ങൾ ഗുരുനാഥന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് ജാതി നരകിച്ചത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആ ഒരു ഭാവം, ആ ഗുരുനാഥനോടുള്ളതായ സർവാർത്ഥാത്മാർപ്പണം ഗുരൗ, ആ ഒരു സർവാർത്ഥം സമർപ്പിക്കല, ആ നമസ്കാരല്ലേ, അതിങ്ങനെ ചിന്തിക്കുമ്പോ തുഷ്ടോഹം ഭോ, സന്തോഷായി ഉണ്ണിയോളെ, വലിയ സന്തോഷായി. അതുകൊണ്ട് അനുഗ്രഹിച്ചില്ലേ നമ്മളെന്ന്. സത്യാസന്തോ മനോരഥാഹ, ഒക്കെ നേരെയായി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ കൈ വെച്ചത് ഓർമ്മയുണ്ടോ? അവിടത്തേക്ക് ഉണ്ടാവും. അങ്ങനെ മറക്കണ കൂടുതലുള്ള ആളൊന്നും അല്ലേ പറയച്ച. ഇല്ലെങ്കിൽ ഇപ്പൊ എന്തേ പറയണ്ടോ? ഭഗവാന്റെ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇല്ലെങ്കിൽ മനുഷ്യന് പൂർണ്ണത ഉണ്ടാവുള്ളൂ, നന്മ ഉണ്ടാവുള്ളൂ. ആ ഗുരുകുലത്തിലെ കാര്യം ഇത്രയേ ആര് പറഞ്ഞുള്ളൂ. ഭഗവാൻ ഇതിങ്ങോട്ട് പറഞ്ഞപ്പോഴൊക്കെ ഈ ബ്രാഹ്മണോത്തമൻ ഇരുന്നിരിപ്പെന്ന് ചാടി എണ്ണീട്ടിട്ട് ഒരൊറ്റ നമസ്കാരം ഇത് പറയുകയും ചെയ്തു, ശ്രീ ഗുരുഭ്യോ നമഃ. ആദ്യമായിട്ട് വായ തുറന്നത് അപ്പത് ആര്? ബ്രാഹ്മണൻ. എന്നിട്ട് ബ്രാഹ്മണൻ പറയും ചെയ്തു, ഭഗവാനെ കിമസ്മാഭിര നിർവൃത്തം ദേവദേവ ജഗദ്ഗുരു, ഞങ്ങൾക്ക് ഇനി എന്ത് സൗഭാഗ്യം ഉണ്ടാവേണ്ടത്? ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂൽ, സത്യകാമനായ അങ്ങയുടെ കൂടെ ഗുരുനാഥന്റെ ഇല്ലത്ത് ഒന്നിച്ചിരുന്ന് പഠിച്ച് താമസിച്ച് വളർന്നു പോന്ന ആ മഹിമ, ഏതൊരു ഭഗവാന്റെ ശ്വാസമാണോ വേദം, ആ വേദം ഭഗവാന്റെ ഒപ്പം ഇരുന്നിട്ടാ ഞങ്ങളെ ചൊല്ലിക്കേട്ട് പഠിച്ചത് എന്നാലോചിക്കുമ്പോ ഭാഗ്യേ നല്ലേ പറയണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഭഗവാൻ 3 ചോദ്യം കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ആദ്യത്തെ ചോദ്യം എന്താ ചോദിച്ചത്? വേളി കഴിഞ്ഞു എന്നാ ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ വേളി കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ 2-3 കൊല്ലത്തേക്ക് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. കഴിഞ്ഞതിൻ്റെ കേമത്തരം, കഴിഞ്ഞതിൻ്റെ ദുരിതമോ കഷ്ടപ്പാട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നും മിണ്ടിയില്ലേ, ദേഹം മിണ്ടിയില്ല വെച്ചാൽ എന്താ അർത്ഥം? അതൊക്കെ ഉണ്ടായി ലോകത്തിൽ, അതൊക്കെ ഒരു സമ്പ്രദായം പോലെ നടന്നു എന്നല്ലാതെ അതിലങ്ങട്ട് ഒട്ടിപ്പിടിച്ച ആളൊന്നുമില്ല. അതുണ്ടായി 3 കഴിഞ്ഞു ചോദിച്ചില്ലല്ലോ. അതുപോലെ വേളിയും കഴിഞ്ഞു 16 ഒന്നും അല്ലാണ്ട് എന്ത് അത്രയൊക്കെ ഉള്ളൂ. അതിലൊന്നും ഒട്ടിപ്പിടിച്ചോനല്ല എന്ന് മനസ്സിലാല്ല യോഗ്യതയില്ലേ ബ്രാഹ്മണന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, കച്ചിൽ ഗുരുകുലേ വാസം, ഗുരുകുലത്തിൽ കഴിഞ്ഞത് ഓർമ്മയില്ലേ എന്നാ ചോദിച്ചത്. അതിനും ബ്രാഹ്മണൻ മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയൂ, അങ്ങയ്ക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങയ്ക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല, എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞിട്ട് ഞാൻ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ രണ്ടാളും കൂടി ഇത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവൂല്ല. ഇവരാരും നമ്മുടെ കൂടെ ഗുരുകുലത്തിൽ ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇപ്പം എന്ത്? അതുകൊണ്ടാണ് മിണ്ടാഞ്ഞത്. പിന്നെ മാത്രമല്ല, ചിലരോടൊക്കെ നമ്മൾ പഴയ കാര്യങ്ങൾ ചോദിച്ചാലേ അവരെന്ത് ചെയ്യും? പണ്ട് പറഞ്ഞില്ലേ 160s കാശ്മീരിലാവണ കാലത്ത്, എൻ്റെ ഗുരുവായൂരപ്പ 60s ആയിട്ടേ ഉള്ളൂ, 2025 ആകുമ്പോഴേക്ക് പാണ്ടിലോറി കയറിയ മാതിരിയാവും നമ്മുടെ തല. പൊങ്ങച്ചങ്ങോട്ട് പറഞ്ഞിട്ട് ചതഞ്ഞ് ചമ്മന്തിയായിട്ടൊന്നും പറയണ്ടെന്ന് മദ്യവും. അതിനേക്കാളും ഭേദം കയറായിട്ട് മാവമ്മയ്ക്ക് കയറാറുന്നു എന്നൊക്കെ തോന്നിപ്പോവും. എന്താ കാരണം? ഇവിടെ തല വെച്ചതിനേക്കാളും തോന്നിയിട്ടില്ലേ? പൊങ്ങച്ചൻ പറഞ്ഞ ഇങ്ങോട്ട് കഥയില്ലേണ്ട. ഇദ്ദേഹത്തിന് അങ്ങനെ പൊങ്ങച്ചൻ പറഞ്ഞ ഏർപ്പാടൊന്നുമില്ല, വളരെ കൃത്യക്കാരനാണ്, ഒരു കൂടുതലൊന്നിലും ഇല്ലേ. 3ാമത്തെ ചോദ്യം ഗുരുനാഥനെ കുറിച്ചാണ് ചോദിച്ചത്. അതിങ്ങോട്ട് കേട്ടപ്പോഴേക്കണ്ടു അദ്ദേഹത്തിന്റെ ആ ഗുരുഭക്തി, ഭഗവത് ഭക്തി, മഹിമ എന്തല്ലേ സന്തോഷമായി. ആളെന്ന് തിട്ടപ്പെടുത്തിയ രൂപം ഭഗവാൻ എന്ത് ചെയ്തു? ബ്രാഹ്മണനെ നല്ലോണം ഒന്ന് നോക്കി. പാവം, എല്ലാം ഉണ്ട്, ഭക്തി ഉണ്ട്, ജ്ഞാനമുണ്ട്, വിരക്തി ഉണ്ട്, എല്ലാ മഹിമകളുണ്ട്, സമ്പത്തേ ഇല്ലായുള്ളൂ. ഭഗവാൻ നല്ലോണം അനുഗ്രഹിച്ചു കൊടുത്തു, എല്ലാം അനുഗ്രഹിച്ചു. ബ്രാഹ്മണൻ ചോദിക്കാതെ തന്നെ എല്ലാം കൊടുത്തു എന്ന് മാത്രം. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്താൽ ഇനിയിപ്പോൾ ഒരു 1.25 ഉറുപ്പ്യ എങ്ങോട്ട് വാങ്ങണ്ടേ? അങ്ങനെയുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ദക്ഷിണ വാങ്ങിയാലല്ലേ അതിന് ഫലം മുഴുവനെ അവിടേക്കാവുള്ളൂ. ലച്ച എന്തുണ്ടാവണത്? ലച്ച സൗജന്യം കൊടുത്താൽ മാതിരിയോ? ഇപ്പം ഈ ബ്രാഹ്മണന് സൗജന്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വലിയ ആള് ഇല്ലാത്ത ആൾ വാങ്ങിക്കൊണ്ടുപോയി എന്നൊക്കെ അവൻ 2ാം തരാവില്ല. അത് പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് വാങ്ങണ്ടേ, എന്താ ഇപ്പം ഒന്ന് വാങ്ങുക എന്നിങ്ങനെ ആലോചിച്ചു വെച്ചാലും സംശയമൊന്നും ഉണ്ടായില്ല വാങ്ങണ്ടതിനെ കുറിച്ച്. അത് പണ്ട് ഗേറ്റിൽ കണ്ടപ്പോൾ തന്നെ കണ്ടതാണത്. ഏത് വാങ്ങേണ്ട സാധനം? ബ്രാഹ്മണനെ ആദ്യം കണ്ടു, പിന്നെ കണ്ടത് എന്താണ്? പുസ്തകം പിന്നെയാണ് കണ്ടത്. പുസ്തകത്തിന് മുകളിൽ മറ്റേതാ കണ്ടത്. ഇത് പുസ്തകത്തിന് അടിയിലാണ് പിടിച്ചത് വെച്ചാലും പുസ്തകത്തിന് മുകളിലായിട്ട് കണ്ടത് എന്താണ്?
മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും. ആദ്യതാ കണ്ടത് പൊതി, പിന്നെയാണ് പുസ്തകം കണ്ടത്. പുസ്തകമൊക്കെ പൊതി കഴിഞ്ഞിട്ടേ പുസ്തകമൊക്കെ വേണ്ടു. ആദ്യം ആരും പുസ്തകം നോക്കൂ. ശരിയല്ലേ? ഭഗവാൻ ആദ്യമേ കണ്ണ് വെച്ചതാണ് ആ പൊതിയിലേക്ക്. തരേരിക്കും തരേരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബ്രാഹ്മണൻ കൊണ്ടുവന്നു വെച്ചാലും കൊടുക്കാൻ നോക്കുമ്പം ഒരു ഒരു വൈമനസ്യം. എങ്ങനെയാ അപ്പൊ ഈ 2-3 നേരം പാൽപ്പായസം കൂട്ടി ഊണഴിക്കണത്? ആരെ കയ്യില്? കല്ലും നെല്ലും എല്ലാമേറോമപ്രഥോകം. അതെങ്ങനെ കൊടുക്കും? ഇത് കല്ല് കടിക്കുക, എന്തെങ്കിലുമൊക്കെ വിഷമാവില്ലേ? കൊണ്ടുവന്നു. ഒരു മടിയുണ്ട്, ഒരു ജാള്യതയുണ്ട് പാവം. അതുകൊണ്ട് ആ മുണ്ടിന്റെ ഉത്തരീയത്തിന്റെ മറവിൽ ഇങ്ങനെ പിടിച്ച് കാണണ്ട എന്ന് വിചാരിച്ച് മറച്ച് പിടിച്ചതാ. ഭഗവാനാണെങ്കിൽ ചില സാധനങ്ങൾ ഏതോട്ടയിൽ തിരികെ വെച്ചാലും കണ്ടുപിടിക്കും. അതാ പണ്ടേയുള്ളതാണ്. യശോദയൊക്കെ കെട്ടി തൂക്കിയതും ചാടി കയറിയതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. അത് പഴയ സ്വഭാവം, അതിപ്പോഴും ഉണ്ട്. ഒന്നും പറയണ്ട. ഭഗവാൻ നോക്കി നിൽക്കുക. ധൈര്യം കൊടുക്കണില്ല. എത്ര നോക്കിയിട്ടും കൊടുക്കണില്ല. ഒടുക്കം ഭഗവാൻ ചാരി നിന്ന് ബ്രാഹ്മണനോട് ചോദിച്ചു, ബ്രാഹ്മണോത്തമ കിമുപായനമാനീതം, അങ്ങില്ലത്തുനിന്ന് വരുമ്പോ എന്താ കൊണ്ടുവന്നത് ചോദിച്ചു. പൊതി കിട്ടാനാ ചോദിച്ചത്. ധൈര്യം കൊടുത്തില്ല. ആര്? ബ്രാഹ്മണൻ കൊടുത്തില്ലേ? എന്താ? അയ്യോ ചോദിച്ചിട്ട് എന്താ? ഞാൻ ചെറിയ പൊതിയാണ്, ഇതേ ഉള്ളൂ ഇവിടത്തേക്ക് എന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ? അപ്പൊ പിന്നെ ഭഗവാനെ തോന്നി ചെറിയ പൊതി ആയതുകൊണ്ടേയിരിക്കും. ഭഗവാൻ പറഞ്ഞു, അണ്ണുപ്പി പൊതി ചെറുതാണെങ്കിലും കൊണ്ടുവന്നവന്റെ മനസ്സിന്റെ വലിപ്പല്ലേ എന്റെ വലിപ്പം. എന്നിട്ടും കൊടുത്തില്ല. ഞാവലാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും തരാത്തത് എന്ന് ശങ്കിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അതും പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന. പഴായാലും ഒരു കിണ്ടിയ വെള്ളമായാലും ഒരു തുളസിക്കതിരായാലും എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് അങ്ങക്ക് അറിയില്ലേ? എന്താ അർത്ഥം? തന്നോളൂന്ന്. ഏത് പൊതിയേ? ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വ്രീഡിതഃ പതയേ ശ്രേയ പൃഥുക പ്രസൃതിം രാജൻ ന പ്രായച്ഛൽ അവാൻമുഖ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും പൃഥുക പ്രസൃതി, അവൽപ്പൊതി ഭഗവാന് കൊടുത്തില്ല ബ്രാഹ്മണൻ. ഭഗവാന് മനസ്സിലായി ഇതിനിപ്പോ പഴയ പണീനെ പറ്റുള്ളൂ. ഇത് പഴയ പണി, പുതിയ പണിയിൽ നോക്കിയതാണ്. കുറച്ചൊരു മര്യാദക്കാരനായതാണ്. എന്ത് മര്യാദക്കാരൻ? പണ്ടത്തെ പണി ഇപ്പൊ വേണ്ടല്ലോ, പ്രായമൊക്കെ ആയതല്ലേ, നിരീക്ഷിച്ചിട്ടാണ് ആ പണി എടുക്കാഞ്ഞത്. ഇല്ലിച്ച പണ്ടേ ഗേറ്റിന്റെ അടുത്ത് നിന്ന് പിടിച്ച് വാങ്ങുകയായിരുന്നു, വേണ്ടാച്ചതാണ്. അപ്പൊ നോക്കിയപ്പോ പണ്ട് ഗുരുകുലത്തിലൊക്കെ അങ്ങനെയാണ്, കണ്ണിമാങ്ങ പൊട്ടിച്ചിട്ടൊരു ഓട്ടുണ്ട്. പറയണ്ട, വല്ലാത്ത ജാതിയാണ് അങ്ങനെയൊക്കെ. അന്നത്തെ ആ കുട്ടിക്കാലത്തെ കുട്ടി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ. നിരീച്ചു. ഭഗവാന് മനസ്സിലായി സാരല്ലേ, പഴയ പണി എടുക്കാൻ നിരീച്ച് അടുത്തേക്ക് അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് എന്തായാലും അദ്ദേഹം അത് തരും തോന്നണില്ല. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പിടിച്ചു പറക്കി എന്നേ പറ്റുള്ളൂ. ഭഗവാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ആ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് ആ പൊതി പിടിച്ചങ്ങോട്ട് വാങ്ങിയിട്ട് ഇത്തം വിചിന്യവസനാൽ ചീരബദ്ധാൽ ദ്വിജന്മന സ്വയം ജഹാര കിമിതം ഇതി പൃഥുകതണ്ടുലാൻ. ആ പൊതി ഇങ്ങോട്ട് പിടിച്ച് വാങ്ങിയിട്ട് എന്താ അത്, എന്താ അങ്ങ് കൊണ്ടുവന്നത് ചോദിക്കലും പൊതി പിടിച്ച് വാങ്ങലും കഴിഞ്ഞു. അയ്യോ അത് പോയി, പെട്ടെന്നായി ഇപ്പൊ ഇത് വിചാരിച്ചില്ല, എപ്പൊക്കെ അത് മാറിയിട്ടുണ്ടാവുന്ന നിരീക്ഷിച്ചത്. ഏത് ഗുരുകുലത്തിലെ പഴയതേ അതൊന്നും പോവില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അത് ഇവിടെ നമ്മളിനി എത്ര പ്രായമായാലും നമ്മുടെ കൂടെ പഠിച്ചവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പതിവ്. അത് വലിയ വലിപ്പത്തിലൊന്നും നോക്കില്ല. അപ്പൊ പഴയതൊക്കെ തന്നെ എടുക്കുക പുറത്തേക്ക്. അദ്ദേഹം മട്ടില്ല പിടിച്ചക്കിട്ട് വാങ്ങി പൊതി അഴിച്ചു എന്നൊക്കെ അവിടെ പറയുന്നത്. ആ ധൃതി കണ്ടിട്ട് പൊതി അഴിച്ചതാവില്ല, മാന്തി കീറിയതെന്തെങ്കിലും ആവും. അഴിക്കണമെങ്കിൽ അതിന്റെ വക്കും വാലൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ട. അതിനൊക്കെ ആർക്കുണ്ട് നേരം? ആർത്തി എന്തുകൊണ്ട്? ആ ഒരു ധൃതി ഭഗവാൻ ആ പൊതി ഇങ്ങോട്ട് അഴിച്ചിട്ട് നോക്കി, ആ പൊതിയിലേക്ക് നോക്കിയിട്ട് പറയുകയും ചെയ്തു, എന്റെ ബ്രാഹ്മണ, ഇപ്പോഴും അങ്ങക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ. എന്താ ഈ ഗുരുകുലത്തിലാവണ കാലത്ത് ഈ അവല എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നു ഭഗവാനെ. അത് ഓർമ്മിച്ച് അതന്നെ നോക്കി വെച്ച അങ്ങ് ഇപ്പോഴും ഇത് കൊണ്ടുവന്നില്ലേ. എനിക്ക് അങ്ങോട്ട് വയ്യ. അതാ കാരണം. എന്താല്ലേ അങ്ങയുടെ ആ പഴയ ഓർമ്മ? ചിലരങ്ങനെയുണ്ട്, നമുക്കൊക്കെ ഒന്നോരോന്ന് കൊണ്ടുവന്ന് വരുമ്പം നമ്മുടെ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടെന്നുണ്ടെങ്കിൽ തിരുമേനി ഇതൊരു സ്നേഹമല്ല കൊണ്ടുവരുന്നതിന് കേട്ടോ.
എന്താല്ലേ ആ വലിയൊരു സ്നേഹത്തിൻ്റെ എന്നുവെച്ചാൽ അത് അങ്ങനെ അവിടെ തന്നെ എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണേ. ആ ഒരു ഇഷ്ടം, സ്നേഹം, വാത്സല്യമൊക്കെ ഇല്ലേ, അതന്നെ ഇവിടെ പിടിച്ചങ്ങോട്ട് വാങ്ങി വർത്തമാനം പറയാൻ നിന്നപ്പോൾ ഇതൊന്നും തരാവില്ല എന്ന് തിരിച്ച് ഒരു പിടി വാരി അങ്ങോട്ട് കഴിച്ചു. ആവൂ, ഒരു പിടി അങ്ങോട്ട് വാരി കഴിച്ച് രണ്ടാമത്തേത് ഇങ്ങോട്ട് വാരുമ്പം രുക്മിണി ദേവി കയ്യ് പിടിച്ചു. കയ്യ് പിടിച്ചപ്പോൾ രുക്മിണി എന്ന് നോക്കി, ഇതെന്തിനാ പിടിച്ചത് എന്ന്. രുക്മിണി ദേവി ഭഗവാന്റെ തലേന്ന് മെല്ലെ ആ ചുമരിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് ചവിട്ടില് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തോ രഹസ്യം പറഞ്ഞതാണ്. നമ്മളിപ്പോൾ നമ്മൾ കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞത് എന്താണെന്നറിയൂ, ഭഗവാനെ അങ്ങ് ഒരു പിടി വാരി കഴിച്ചപ്പോഴേക്ക് തന്നെ ഈ ബ്രാഹ്മണന് ഞാൻ ദ്വാരക പോലെ ഒരു ദ്വാരക അവിടെ പണിത് കൊടുത്തു. ഭഗവാനെ സമാക്കി. ആരേ? ബ്രാഹ്മണനെ. ഇനി അങ്ങ് ഒരു പിടിയും കൂടി വാരി കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്നറിയൂ, ആ ബ്രാഹ്മണന്റെ ഇല്ലത്ത് മിറ്റടിക്കാൻ ഞാൻ പോണം. അത് വേണോ ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, അത് വേണ്ട, ഇവിടെ തന്നെ വലിയ മിറ്റാണേ, ധരിച്ചു കഴിഞ്ഞിട്ട് അവിടെയും കൂടി സഹായിക്കില്ല, വേണ്ട വേണ്ട. സമാക്കിയോ ചോദിച്ചു. ഉവ്വ സമാക്കി. ഉറപ്പല്ലേ? ഉറപ്പ്. സംശയമില്ലല്ലോ? സംശയമില്ല. ഉറപ്പ്. സമാക്കിയില്ലേ? നന്നായി. എന്നാ ശരി, എന്നാ ആയിക്കോട്ടെ. ഒരു പിടി കൊണ്ടപ്പോ തരാം, ഇത് കൊണ്ടുപോയി പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുത്തോളൂ. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു. ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ എന്തല്ലേ ഈ അവലന്റെ ഒരു രസം. ഈ ബ്രാഹ്മണന്റെ കയ്യിലാ പിന്നെ കൊടുത്തയച്ചത് സർട്ടിഫിക്കറ്റ്, പാഞ്ചാലിക്കും കൂടി ഉള്ളത്. പണ്ടൊരിക്കൽ, ഇപ്പോഴൊന്നുമല്ല, പണ്ടൊരിക്കൽ പാണ്ഡവ മഹിഷിയുടെ ശാപോദനമുണ്ടു നാം ഇന്നോ ഭവാന്റെ പൃഥുകം തിന്നോ രണ്ടു കൊണ്ടുമുണ്ടായോളം സുഖവും തൃപ്തിയും കീഴിൽ ഉണ്ടായിട്ടില്ലൊരിക്കലും എനിക്കു സഖേ. പണ്ടാ പാഞ്ചാലി ഒരു ചീരക്കൂട്ടാൻ കൂട്ടിയിട്ട് ഒരു ഊണ് വിളമ്പലുണ്ടായി. ഇപ്പോഴും ഞാൻ അതിൻ്റെ രുചി മറന്നിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങപ്പം തന്ന ഈ അവലില്ലേ, അതിൻ്റെ ഒരു രുചി വലിയ രുചിയില്ല. ഞാൻ എന്തായാലും കുലുക്കുഴിയില്ല. ഇതൊന്നും കേട്ട് കുലുക്കുഴിയാണ്ടിരിക്കരുത്. കുലുക്കുഴിയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര കുലുക്കുഴിഞ്ഞ് വായ കഴുകി വൃത്തിയാക്കിയാലും ചില രുചി വായെന്ന് പോവില്ല. ശരിയോ തെറ്റോ? അങ്ങനെയില്ലേ? ചില രുചി അവിടെ കിടക്കും. വായ കഴുകി വൃത്തിയാക്കിക്കോളൂ, വിരോധന രുചി അവിടെ. ആ രുചിയെ ഇതിന് അനുഗ്രഹിച്ചു. എന്തല്ലേ നമ്മളൊരാൾക്കൊരു വസ്തു കൊണ്ടുപോയിട്ട് അയാളത് കഴിച്ച് സന്തോഷമായി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുഗ്രഹമായി. ശരിയല്ലേ? ഇത് ഭഗവാന്റെ ആ തൃപ്പാദം അനുഗ്രഹിച്ച മാതിരിയായി. ബ്രാഹ്മണനും ഭഗവാനും കൂടി വർത്തമാനൊക്കെ പറഞ്ഞ് അന്ന് അവിടെ ഇരുന്ന് സന്തോഷമായി. പിറ്റേന്നാൾ വെളിച്ചായപ്പം പറഞ്ഞു, ശോഭൂതേ, വെളിച്ചായപ്പം എന്നാ ഞാൻ ഇല്ലത്തേക്ക് മടങ്ങട്ടെ, അത്തേമാരോളോ ഉണ്ണിയോളൊക്കെ ഒറ്റയ്ക്കല്ലേ അവിടെ പോട്ടെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. നന്നായി. ബ്രാഹ്മണനെ നന്നായി സന്തോഷമായിട്ട് ഭഗവാൻ പറഞ്ഞേക്കും ചെയ്തു. ഭഗവാന്റെ അടുത്ത യാത്ര പറഞ്ഞ ബ്രാഹ്മണൻ യാത്രയും പറഞ്ഞു പോന്നു. അവിടുന്ന് അങ്ങനെ പോന്നു. ഇപ്പൊ അതേ പറയണ്ടു, സന്തോഷമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഭഗവാന്റെ ഒരു സ്നേഹം എന്താ അല്ലേ, ആ ബ്രാഹ്മണനാണെന്ന് കണക്കാക്കിയിട്ടില്ലേ തന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനത്തെ മുണ്ട കൊടുത്തു പോയി ആരെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യൂ. എന്താ അല്ലേ ആ ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തി. ഒന്നും പറയണ്ട, എന്നെ എന്തൊക്കെ തരത്തിലാ സൽക്കരിച്ചത്. ഈ വിചാരമായിപ്പോയി ആർക്ക്? ബ്രാഹ്മണന്. അദ്ദേഹം വിചാരത്തിൽ അങ്ങോട്ട് മുഴുകി 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 നടക്കുക കാരണത്താലേ വഴി തെറ്റി തിരിച്ചവിടെ തന്നെ എത്തിപ്പെട്ടു. ദ്വാരകയില്. ദ്വാരകന്യല്ല, അല്ലല്ലോ, തന്തമാവ് ദ്വാരകയിൽ ഇല്ലല്ലോ. ഇത് ഇല്ലത്തെ പഠിക്കല മാവല്ലേ. നോക്കുമ്പോ അപ്പോഴത്തെ കുറെ സ്ത്രീകൾ മുട്ടോളം വളയും പട്ടുസാരിയൊക്കെ ചുറ്റിയിട്ട് കുത്തുവിളക്കും ചങ്ങലവട്ടയൊക്കെ പിടിച്ചിട്ട് വരുന്നു. അപ്പൊ എന്താ അമ്പലത്തിൽ ഉത്സവമായിരിക്കും. അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് നിന്നു. അപ്പോഴതാ വന്ന സ്ത്രീ മുമ്പിൽ നിൽക്കണ ആ സ്ത്രീയിലെ മുമ്പിലൊന്ന് ബ്രാഹ്മണോത്തമ. ശബ്ദം കേട്ടപ്പോൾ ആളെ മനസ്സിലായത് അതേമാരോളാണേ. ഇതെന്തപ്പത്? എന്താ അല്ലേ ചോദിച്ചു. നല്ല വളയും മാലയും ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയും വെടുപ്പായിട്ടാ വന്നതേ. ചോദിച്ചു, അങ്ങ് ഇവിടുന്ന് പോയതിന്റെ ശേഷം ഉണ്ടായ മഹിമയാണ് ഈ കണ്ടതൊക്കെ, ആ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. തൊഴുതു. ഭാര്യ ഇല്ലത്തെത്തിയപ്പോ ദ്വാരകയിലെത്തിയ മാതിരിയാ തോന്നിയതേ. ദ്വാരക പോലെ തന്നെയാണ് ഭഗവാൻ ഇവിടെ നേരെയാക്കി കൊടുത്തത്. സന്തോഷായി. ബ്രാഹ്മണൻ ഈ കണ്ട മഹിമ കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല. ഭഗവാന്റെ തൃപ്പാദം ധരിച്ച ബ്രാഹ്മണൻ പറഞ്ഞു, ഭാര്യയെ ഇതൊക്കെ ഉണ്ടാവും, ഇതൊന്നും കണ്ട് ഭ്രമിക്കരുത്. വളരെ ശാന്തനായിട്ട് അദ്ദേഹം പറഞ്ഞതേ. എന്നുവെച്ചാ ഒന്നും ഇല്ലാത്ത ദിക്കിന്ന് പോയി ആള് എല്ലാം ഉള്ള ദിക്കിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പറയുകയും ചെയ്തു, ഇതൊക്കെ ഭഗവാന്റെ മഹിമയാണ്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊന്നും ചിന്ത വെക്കേണ്ട. എവിടെയാ ചിന്ത വെക്കേണ്ടത്? തസ്യൈവ
തസ്യൈവമേ. അവിടെ മാത്രമേ വെക്കാവൂ. എവിടെ? തസ്യൈവമേ. തസ്യമേ എന്നല്ല പറഞ്ഞു, തസ്യ ഏവ. ആ ഏവയ്ക്ക് ഒരു അവധാരണം ഉണ്ട്. എന്ത്? അവിടെ തന്നെ വെക്കാവൂ. എവിടെ? തസ്യൈവമേ. സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. ആ ഭഗവാന്റെ തൃപാദത്തിലേ മനസ്സുറയ്ക്കാവൂ. ഏതേത് ജന്മം എവിടെ എങ്ങനെയൊക്കെ ഉണ്ടായി വന്നാലും അന്നൊക്കെ ആ മനസ്ഥിതി ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഉറച്ചിരിക്കണം. ഭഗവത് ഭക്തന്മാരോട് എന്നും ഞങ്ങൾക്ക് ചേർച്ചയുണ്ടാവണം. ഭഗവാന്റെ തൃപ്പാദം തൊഴുത ഭാവം കൊണ്ട് വിഷയാസക്തന്മാരോട് ബന്ധം ഉണ്ടാവരുത്, വിഷയങ്ങളിൽ വാസന ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പത്നിയും ചേർന്ന് ഭഗവാനെ ഭജിച്ച് 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 അങ്ങനെ ഭഗവാൻ തന്നെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചും കൊണ്ട് എന്നാലോ അതിലൊട്ടാതെ കണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പത്മപത്രമിവ അംഭസ. താമരയില വെള്ളത്തിൽ ജീവിക്കുമ്പോഴും വെള്ളം കൊണ്ട് നനയാത്ത പോലെ ഈ സൗഭാഗ്യ സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും ആ സൗഭാഗ്യ സമൃദ്ധിയിലൊന്നും പെട്ടുപോവാതെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ലയിച്ച് ആ രണ്ടുപേരും ഭജിച്ച് വൈകുണ്ഠത്തിലെത്തി പരീക്ഷിത്തെ. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കേണ്ടത് സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. എല്ലാ നന്മകൾക്കും കാരണം ഭഗവാന്റെ തൃപ്പാദത്തെ ഭജിക്കലാണ്. അതുകൊണ്ട് ഭഗവാനെ നല്ലോണം ഭജിച്ചോളൂ, എല്ലാം ഉണ്ടാവും. സമ്പത്തും സമൃദ്ധിയും നന്മയും യശസ്സും ശാന്തതയും സുഖവും എല്ലാം ഉണ്ടാവാൻ ഭഗവാങ്കൽ ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. പരീക്ഷത്തിന് സന്തോഷമായി.